ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പും അംബ്രല്ല പലാസോ പാൻറ്റുമാണ്. അപ്പോൾ ആദ്യം ഞാൻ ടോപ്പാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം 8 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനുള്ളതാണ്. അപ്പോൾ ആദ്യമേ ഷോൾഡർ എടുത്തു, 6 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. താഴേക്കും 6 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷനാണ് എടുക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെസ്റ്റ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 സീം അലവൻസ് ഞാൻ 2 ആണ് എടുത്തേക്കുന്നത്. അങ്ങനെ 8 ഇഞ്ചസാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ യോക്ക് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ ഞാൻ 10 യോക്കിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തേക്കുന്നത്. വിത്ത് അതുപോലെ തന്നെ 8 എടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി വരച്ചിട്ട് നമുക്ക് ആം ഹോളും വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇന്ന് ഞാൻ ആം ഹോള് വരയ്ക്കുന്നത് ആം ഹോളിൻ്റെ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ്. ഒരു ബിഗിനർ എന്ന രീതിയിൽ നമുക്ക് സ്കെയിലൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് യൂസ് ചെയ്യാനൊക്കെ എളുപ്പം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. ഞാൻ ഇന്നിവിടെ ആം ഹോള് വരയ്ക്കാനായിട്ട് നമ്മുടെ ഈ സ്കെയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നേരെ താഴത്തെ പോർഷനിൽ ഞാൻ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എ ലൈനായിട്ടാണ് നമ്മുടെ യോക്ക് കഴിഞ്ഞിട്ടുള്ള ആ ചെറിയ സ്കേർട്ട് പോലെ വരുന്ന ആ ഒരു പോർഷൻ ഞാൻ എ ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സർക്കുലറായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി നല്ലത് എ ലൈനായി തോന്നിയതുകൊണ്ട് ഞാൻ എ ലൈനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിപ്പോൾ മടക്കി വെച്ചപ്പോൾ 21 ഇഞ്ചസ് ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ആവശ്യമില്ല. ഞാൻ 15.5 സീം അലവൻസും കൂടി കൂട്ടിയിട്ട് ഞാൻ 15.5 ഇവിടെ എടുക്കുന്നത്. അതുപോലെ വേസ്റ്റ് മെഷർമെൻറ്റായിട്ട് 8.5 എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു. താഴെ നമ്മൾ ഒരു 1.5 ഇഞ്ച് ഓളം എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു സ്ലോപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രണ്ടിലൊരു സ്ലിറ്റ് കൊടുത്തിട്ട് ഇത് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്തതാണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ സ്ലിറ്റ് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇതിൽ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. ഇനി സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇതിൽ എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്കത് എൻ്റെ തെറ്റ് തിരുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി അടുത്ത് ഞാനിതിൽ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 23 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. അതുപോലെ വിഡ്ത്ത് ഞാൻ 5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ മടക്കിയാണ് ഹാഫാക്കി മടക്കി. ഇപ്പോൾ മൊത്തം ഓൺ ഫോൾഡ് എല്ലാം കൂടിയായിട്ട് 4 പീസുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ലീവിലേക്കുള്ളതാണ് കിട്ടുന്നത്. എന്നിട്ട് ഒരു ചെറുതായിട്ട് ഞാനിവിടെ ഒരു കർവ് പോലെ കൊടുത്ത് കട്ട് ചെയ്തെടുക്കുവാണ്. ആ 5 ഇഞ്ചസ് അവിടെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഇവിടെ താഴത്തുനിന്ന് ചെറിയൊരു കർവ് പോലെ കൊടുത്ത് അതിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് സ്ലീവായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പോർഷൻ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോർഷൻ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഗ്യാദേഴ്സ് കൊടുത്തെടുക്കാം. ഗ്യാദേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അത് നമുക്ക് നമ്മുടെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ടോപ്പിൻ്റെ കട്ടിങ്സൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പാൻറ്റ് അംബ്രേല പലാസോ പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ക്രോസ് ആയിട്ടാണ് മടക്കി വെച്ചേക്കുന്നത്. ആദ്യം നമ്മൾ ഫാബ്രിക്കിന് 2ആയിട്ട് മടക്കാം. എന്നിട്ട് അതിനെ നമ്മൾ കോണ് ചേർത്ത് മടക്കി വെക്കില്ല, അതുപോലെ മടക്കുക. ഇവിടെ ഞാൻ മെഷർമെൻറ്റ് വേസ്റ്റ് മെഷർമെൻറ്റാണ് കൊടുത്തേക്കുന്നത്. വേസ്റ്റ് മെഷർമെൻറ്റായിട്ട് എടുത്തേക്കും. വേസ്റ്റ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 സീം അലവൻസ് ആണ്. അങ്ങനെ ടോട്ടൽ ഞാൻ 8.5 ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1 ഇഞ്ച് കൂടിയാലും പ്രശ്നമില്ല, എലാസ്റ്റിക് അത് മാനേജ് ചെയ്തോളും. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് ക്രോച്ചിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ക്രോച്ചായിട്ട് ഇവിടെ ഞാൻ 10 ഇഞ്ചസാണ് എടുത്തേക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു കേർവ് അവിടെ നമുക്ക് വരച്ചു കൊടുക്കാം. ടോട്ടൽ പാൻറ്റിൻ്റെ ലെങ്ത്തായിട്ട് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 32 ഇഞ്ചസാണ്. സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 33 ഇഞ്ചാണ് ടോട്ടലായിട്ട് മൊത്തത്തിൽ എടുക്കുന്നത്. എന്നോട് ഞാൻ ആദ്യമേ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഈ
വീഡിയോ എടുത്തതിൽ മിസ്റ്റേക്ക് കൊണ്ട് ഈ ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യമേ നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ പാൻറ്റിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തേക്കുന്നത് 33 ആണ്. നമ്മൾ അംബ്രയിലേക്ക് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യും, ഓരോ പോയിൻ്റ് വെച്ച് നമ്മൾ 33 മാർക്ക് ചെയ്ത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ 33 കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്രോച്ചിൻ്റെ കേർവും കൂടി വരച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ പാൻറ്റിൻ്റെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോർഷൻസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ വീണ്ടും സോറി പറയാണ്. ഒത്തിരി പോരായ്മകൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിലുണ്ട്. അത് ഒരു ബിഗ്നർ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കാണ്. അതെല്ലാം ഞാൻ അടുത്തുള്ള വീഡിയോകളിൽ കറക്റ്റാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഒന്ന് ലൈക്ക് ചെയ്ത് ഇതുപോലെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ക്ഷമയോട് കണ്ടതിന് താങ്ക് യു സോ മച്ച്.